നമ്മളൊരു ഫാമിലി പോലെ ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എല്ലാവരും കൂടെ പോകുമ്പോ ഒരു മനസ്സിനൊരു വിഷമം തോന്നുന്നുണ്ട്. ഇത്രയും നല്ലൊരു ഗ്രൂപ്പിന്റെ അടുത്ത് ഞാൻ ഇതുവരെ പോയിട്ടില്ല കേട്ടോ. കേരളത്തിലാണെങ്കിലും വയനാട് കണ്ടിട്ട് ഒത്തിരി പ്രാവശ്യമായിട്ട് നോക്കുന്നു, വയനാട് കാണണമെന്ന് പറ്റിയിട്ടില്ല. ഇപ്പോഴാണ് നമുക്ക് ദൈവം ഒരു ചാൻസ് തന്നത്. ഇന്ത്യയിലും ലോകത്തിലെ പല ഭാഗങ്ങളിലും പോയിട്ടുണ്ട്, എന്നാലും വയനാട് മാതിരിയുള്ള യാത്രയോട് ഒരു സ്പെഷ്യൽ എഫക്റ്റാണ്. എല്ലാം കൊണ്ടും നല്ലതായിരുന്നു. ഞങ്ങൾ ഇതിനു മുമ്പും പല പ്രാവശ്യം ട്രിപ്പ് പോയിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ കൂടെ വന്നതൊരു പ്രത്യേക ഒരു അനുഭവം തന്നെയാണ്. എല്ലാം നല്ല, നിങ്ങളുടെ കോർഡിനേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഫുഡ് അത് എടുത്തു പറയണം. ഞങ്ങള് സാധാരണ എവിടെ പോയാലും ഈ പറഞ്ഞ പോലെ ഫുഡ് എന്തെങ്കിലുമൊക്കെ ഒരു ഇതുണ്ടാകാറുണ്ട്. പക്ഷെ ഇത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. അവർ കാണിക്കുന്ന ആ ഒരു പോസിറ്റീവ് മൈൻഡും ആ ഒരു മുഖത്ത് ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ സന്തോഷത്തോടെ നമ്മൾ സ്വീകരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ എനിക്കത് വളരെയേറെ ഫീൽ ചെയ്തു. മറ്റു വണ്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്കത് ഫീൽ ചെയ്ത്. എന്താ പിന്നെ രണ്ടാമത് പറഞ്ഞ രണ്ട് പൈലറ്റുമാർക്കും എന്റെ സ്നേഹം അറിയിക്കാൻ. അപ്പൊ എങ്ങനെയാണ് എന്താവും ഞാൻ എങ്ങനെ അപ്പൊ ചെപ്പിയുടെ ഒരു ധൈര്യത്തിലാണ് ഞാൻ വന്നത്. വന്നു കഴിഞ്ഞപ്പോ എനിക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് യാത്രകൾ എനിക്ക് മിസ്സായില്ലോ. ഇവരെ കൂടെ ഇവരെ നിതീഷും അത് പറഞ്ഞിട്ടും നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടെ നമ്മുടെ കൂടെ എല്ലാവരോടും ഭയങ്കര ഇഷ്ടം തോന്നി. നമ്മളൊരു ഫാമിലി എന്ന് തന്നെയാണ് തോന്നിയത്. പറഞ്ഞത് തന്നെയാണ് പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നത്. എനിവേ ഒത്തിരി സന്തോഷം. ഈ 3 ദിവസം പോയത് അറിഞ്ഞില്ല. ഇത്രയും ദിവസം നല്ലപോലെ എൻജോയ് ചെയ്തു. അത് വേറെ പലതും പേടിയുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഞാൻ ആദ്യമേ തന്നെ പോരാനായിട്ടാണ് ബുക്ക് ചെയ്തത്. കാരണം ഇവരുടെ കൂടെ ഞാൻ മൈസൂർക്ക് പോയപ്പോൾ എനിക്ക് ഇവരുടെ കെയറും ഇവരുടെ ആ ട്രീറ്റ്മെൻറ്റും എനിക്ക് മനസ്സിലായായിരുന്നു. അപ്പം തന്നെ പോകാം, അതിനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ജീവിതത്തിൽ ഇത്രയും നല്ലൊരു ട്രിപ്പിൻ്റെ കൂടെ യാത്ര ചെയ്യാൻ പറ്റിയത് ഇത് ഫസ്റ്റ് ട്രിപ്പാണ്. പോയതിലെല്ലാം പല പല പ്രോബ്ലംസ് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. അതിൽ നിന്നൊക്കെയും വ്യത്യസ്തമായിട്ട് ഇനിയും നിങ്ങളുടെ ഗ്രൂപ്പ് ടീമിൻ്റെ കൂടെ ഇനിയും വരാൻ തക്കവണ്ണം ഈ കൂടെയുള്ള എല്ലാവരുമായിട്ട് ഒരു വട്ടം കൂടെയെങ്കിലും യാത്ര ചെയ്യാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. നമസ്കാരം. ഈ ഒരു 3-4 ദിവസത്തേക്ക് ഒരു എവിടെയെങ്കിലും ഒന്ന് മാറി നിൽക്കണമെന്ന് ഞങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളിത് ഓൺലൈനായിട്ട് കണ്ടുപിടിച്ചതാണ്. പക്ഷെ എന്നാലും ഈ ഗ്രൂപ്പിനെ കുറിച്ചോ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചോ ഞങ്ങളുടെ കൂടെ വരാൻ പോകുന്ന ആരാണെന്നോ ഒന്നും അറിയത്തില്ലായിരുന്നു. ഇതുവരെ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഒത്തിരി പോയിട്ടുണ്ട് ട്രിപ്പുകൾ. പക്ഷെ എല്ലാം ഫാമിലീസിന് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ ആയിട്ടൊക്കെയാണ് കൂടുതലും പോയിരിക്കുന്നത്. അപ്പോൾ ആരുമില്ലാതെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഞങ്ങളത് പറയുകയും ചെയ്തു. നമ്മൾ രണ്ടുപേരേ ഉള്ളൂ, മറ്റാരെയും നമുക്ക് അറിയില്ലല്ലോ. എന്നാൽ ഈ കഴിഞ്ഞ 3-4 ദിവസം കൊണ്ട് എല്ലാവരും ഒരു നല്ല കുടുംബാംഗങ്ങളെ പോലെ പ്രവർത്തിപ്പാൻ തക്കോണം ഈ സഹയാത്രികരെ നമ്മളോട് ഇടപെട്ടു. അത് ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. എല്ലാവർക്കും നന്ദി പറയുന്നത്. അതുപോലെ ഈ 2 കുഞ്ഞുങ്ങളെ 4 പേരും അതേ, പ്രത്യേകിച്ച് നിതീഷും എനിക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ കൂടെ ഇല്ല. പക്ഷെ ഇപ്പം ഞങ്ങൾക്ക് അവർ ഞങ്ങളുടെ മക്കളെ പോലെ തന്നെയാണ്. 2 കോർഡിനേറ്റർമാർക്കും ക്യാപ്റ്റന്മാർക്കും സോ മെനി താങ്ക് യു. ലുക്കിംഗ് ഫോർവേഡ് ടു നെക്സ്റ്റ് ട്രിപ്പ് ടു സെയിം ഗൈസ്. ഓക്കെ, നിങ്ങളുടെ കൂടെ തന്നെ അടുത്ത ട്രിപ്പ് ഞങ്ങൾ പോകുന്നതായിരിക്കും. ഇവരുടെ കൂടെ 2 ട്രിപ്പ് വന്നിട്ടുണ്ടെങ്കിലും ഇതാണ് എനിക്ക് ഒന്നുകൂടെ ഹാപ്പി ആയത്. വളരെ മനോഹരമായ ഒരു ട്രിപ്പായിരുന്നു ഇത്. പിന്നെ തെന്നും നിതിനും നമ്മളെ നന്നായിട്ട് നമ്മുടെ കൂടെ സഹകരിക്കുകയും നമ്മൾ താമസിച്ച് കഴിഞ്ഞാൽ അവരുടെ മുഖം കറക്കാതെ അവർക്ക് യാതൊരു പ്രശ്നവുമില്ലാതെ അവർ കാത്തിരുന്നു നമുക്ക് വേണ്ടി. ഇത്ര നല്ലൊരു ട്രിപ്പ് ഇനി മറക്കത്തില്ല. ഇനി ഇവരുടെ കൂടെ തന്നെ ട്രിപ്പുകൾക്ക് പോകണമെന്നുള്ള ആഗ്രഹമാണ്. ഞങ്ങൾ വേറെ ആൾക്കാരുടെ കൂടെ പോയിക്കൊണ്ടിരുന്നത് ഇവരിലോട്ട് ചേഞ്ച് ചെയ്തതാണ് ഇപ്പം. പിന്നെ ടെന്നും നിതിനും 2 പൈലറ്റുമാരും എല്ലാവരും നല്ല സഹകരണവും സ്നേഹവുമായിരുന്നു. പക്ഷെ നേരത്തെ പോയ ട്രിപ്പിനകത്ത് ഡെന്നുണ്ട്. അന്ന് അധികം ആരോടും സംസാരിക്കത്തില്ലായിരുന്നു. ഇപ്പൊ വളരെ സ്മാർട്ടായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ തന്നെ ഇരിക്കണം. ഇനി പ്രത്യേകിച്ച് എന്ത് പറയാനാണ്, ഇതൊക്കെ പറഞ്ഞതുപോലെയൊക്കെ തന്നെ സന്തോഷം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ശരി, ചുരം ഇറങ്ങി വന്നത് ഞാൻ അറിഞ്ഞതേ ഇല്ല. ആ വളവും തിരിവും എങ്ങനെ പോയെന്ന് അറിയില്ല. നമ്മുടെ സാരഥികള് വളരെ പ്രഗത്ഭരാണ്. ഡെന്നിനും നിതീഷിനും വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. നമുക്ക് എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് അവർ ചെയ്തു. നമ്മളെല്ലാവരും ഭക്ഷണം കഴിച്ചതിന് ശേഷം എല്ലാവർക്കും ഭക്ഷണം കിട്ടിയോ എന്ന്
എന്നൊക്കെ അവർ നോക്കിയിട്ട് ലാസ്റ്റാണ് അവർ ഭക്ഷണം കഴിക്കുന്നത്. അത്രയും നല്ലൊരു ടീമിൻ്റെ കൂടെ എൻ്റെ ജീവിതത്തിൽ ഞാൻ പോയിട്ടില്ല. നല്ല മനോഹരമായ ഒരു ട്രിപ്പായിരുന്നു. 2 കോർഡിനേറ്റേഴ്സും നല്ല സപ്പോർട്ടായിരുന്നു. സൂപ്പർ. പിന്നെ എല്ലാവരും 4 പേരും അവർ ഈ പറഞ്ഞ പോലെ നല്ല അവരവരുടെ റോളുകൾ നമുക്കൊന്നും മനസ്സിലായതില്ല. നമ്മൾ എൻജോയ് ചെയ്ത് പോകുമ്പോൾ അവർ ഡ്രൈവ് ചെയ്തത് ഭയങ്കര സൂപ്പറായിട്ട്, അതുകൊണ്ടാണ് നമുക്കൊന്നും നമ്മുടെ എൻജോയ്മെന്റ് അത് ബാധിക്കാതിരുന്നത്. അടിപൊളി ട്രിപ്പായിരുന്നു ഇത്. കോർഡിനേറ്റേഴ്സ്, പൈലറ്റ്സ്, ആദ്യം ഞാൻ പൈലറ്റ്സിനെ അടുത്ത് നന്ദി പറയണത്. അവർ നന്നായിട്ട് ഡെസ്റ്റിനേഷനിൽ ഓൺ ടൈം ആയിരുന്നു. പിന്നെ കോർഡിനേറ്റേഴ്സ് സാധാരണ കോർഡിനേറ്ററിനെ പോലെ അല്ലാണ്ട് മസിലൊന്നും പിടിച്ചിരിക്കണമല്ല, എല്ലാവരെയും കൂടെ ഇടപഴകി നല്ലൊരു ഫ്രണ്ട്ലി എൻവയൺമെന്റ് ഉണ്ടാക്കിയ അവരിനെയും ഞാൻ താങ്ക് ചെയ്യുന്നു. പിന്നെ ഇവിടെയുള്ള എല്ലാവരും അടിപൊളിയായിരുന്നു. ഫുൾ ഫ്രണ്ട്ലി എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്ത എല്ലാവരിനെയും ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഒരു ഫാമിലി പോലെയായിരുന്നു. താങ്ക്സ്. കാരണം നല്ല രസമായിരുന്നു കേട്ടോ. കാരണം പിന്നെ നിതീഷായാലും ഡാനായാലും ഞങ്ങള് ഭയങ്കര കെയറിങ് ആയിരുന്നു. ഞങ്ങൾ ഒത്തിരി ഇങ്ങനെ പോയ ട്രിപ്പിലൊക്കെ അപേക്ഷിച്ചിട്ട് ഭയങ്കരമായിട്ട് എന്തോ ഭയങ്കര കെയറിങ്. ഞാൻ പിള്ളേരെ വിളിച്ചപ്പോൾ പറയണേന്ന് ഭയങ്കര കെയറിങ് ആണ് മക്കളേത് എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ 30-ാം തീയതി രാവിലെയാണ് ബുക്ക് ചെയ്തത്. പിന്നെ വെച്ചാൽ ഞങ്ങൾ ഒരു ട്രിപ്പ് 6-ാം തീയതിയാണ് വേറെ ടീമിൻ്റെ കൂടെ പോകാൻ നിൽക്കുമ്പോൾ അത് 19 തിരിച്ചെത്തോളം വന്നിട്ട് ഫംഗ്ഷൻ കാരണം ഞങ്ങൾ മാറ്റിയിട്ട് ഇതിന് വന്നത്. പക്ഷെ അപ്പം എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. കാരണം ഞങ്ങൾ എറണാകുളത്ത് പല ആൾക്കാർ കൂടി ഇതുവരെ പോയിരിക്കുന്നത്. അപ്പോൾ ഫേസ്ബുക്കിൽ കണ്ടപ്പോൾ നമുക്ക് ടെൻഷനായിട്ട് ഞാൻ പിന്നെ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാവരും പ്രൊഫൈലിൽ ചെക്ക് ചെയ്തിരുന്നു. ഫാമിലീസ് ആണോ, എങ്ങനെയാവും, കയറി കഴിയുമ്പോൾ എന്താ സ്ഥിതി എന്നൊക്കെ ഭയങ്കര പേടിയുണ്ടായിരുന്നു. എങ്കിലും കയറി കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് വരെ ഒരു വിഷമോ ഒന്നും ഉണ്ടായിട്ടില്ല. ഭയങ്കര കെയറിയായിരുന്നു. ഇനി നിങ്ങളുടെ തന്നെ പോകാൻ ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യും. ഓക്കെ. എങ്കിലും അവർ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. എപ്പോഴും നമ്മുടെ ഓരോ പ്രവൃത്തിയിലും നമ്മളെ സഹായിച്ചിരുന്നു. പല പ്രാവശ്യങ്ങളിൽ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്, ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്. എന്നാലും ദേവർ സീംസ് ടു ബി വെരി കോഷ്യസ്, വെരി കാം ആൻഡ് വെരി പ്രിഡിക്റ്റബിൾ. അതിനാൽ അവരും ഒരു ഹൈ അപ്രീസിയേഷൻ നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ കൊടുക്കേണ്ടതാണ്. എനിവേ മാറ്റർ ഈസ് ദാറ്റ് ഈ പ്രായത്തിലും നിങ്ങളുടെ കൂടെ എല്ലാം ഒരുമിച്ച് യാത്ര ചെയ്യാൻ സൗകര്യം ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അതിന് നമുക്ക് എല്ലാവർക്കും ഈശ്വരൻ സഹായിച്ചതിൽ ആദ്യമായി ഈശ്വരനോട് നന്ദി പറയാം. സെക്കൻഡ് പോയിന്റ് ഈസ് ദാറ്റ് ഈ ലെറ്റസ്റ്റ് ജോയിൻസ് ജേർണി ട്രാവൽസ് ഇല്ലെങ്കിൽ നമുക്ക് ഇതൊന്നും ഇപ്പോൾ ഇതുപോലെ ഒരു സൗകര്യമായ യാത്ര ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നേനെ. അതുകൊണ്ട് അവർക്കും അവരുടെ ഒഫീഷ്യൽസിനും വലിയൊരു നന്ദി പറയും. മൂന്നാമതായിട്ട് നിങ്ങളെല്ലാവരും പറഞ്ഞതാണ് നമ്മുടെ പൈലറ്റ്സ്, നമ്മുടെ കോർഡിനേറ്റേഴ്സ്, അവരെല്ലാം എക്സ്ട്രീംലി പവർഫുൾ പീപ്പിൾ. ദേ ഡിസേർവ് ഫുൾ ക്രെഡിറ്റ്, ഫുൾ മാർക്ക് ഫോർ ദെയർ ഡെഡിക്കേറ്റഡ് ജോബ്. കാരണം അവരെത്ര ഭംഗിയായിട്ടാണ് 40 പേരെ ഇത്രയും ദൂരം ഓടിച്ച്, ക്ഷമയോടുകൂടി ഓടിച്ച്, ഒരു ജർക്കില്ലാതെ, ആക്ച്വലി സ്പീക്കിംഗ് ഇതൊരു എയറോപ്ലെയിനിൽ ഇരുന്ന് പോകുന്ന പോലെ സ്മൂത്ത്നെസ്സിലാണ് അവർ നമ്മളെ കൊണ്ടുപോയത്. അതിന് ഇറ്റ് ഡിസേർവ് എ സ്പെഷ്യൽ അപ്രീസിയേഷൻ.